ലോകകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും പോർച്ചുഗലിനും ഇന്ന് നിർണായക മത്സരമാണ്. ആദ്യ മത്സരത്തിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയോട് അപ്രതീക്ഷിത സമനില വഴങ്ങേണ്ടി വന്ന പോർച്ചുഗൽ ഇന്ന് ഉസ്ബെക്കിസ്ഥാനെയാണ് നേരിടാൻ പോകുന്നത്. കൊളംബിയയോട് പരാജയപ്പെട്ട ഉസ്ബെക്കിനും ഈ മത്സരം നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. രാത്രി 10:30 ഹ്യൂസ്റ്റണിലെ NRG സ്റ്റേഡിയത്തിൽ മത്സരം ആരംഭിക്കും. പോർച്ചുഗൽ സമ്മർദ്ദത്തിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഏത് സമ്മർദ്ദവും അതിജീവിക്കാൻ പോന്നവരാണ് അമരത്ത്. അതുകൊണ്ടാണല്ലോ അയാൾ ഇതിഹാസമായതും ഹൃദയങ്ങൾ കീഴടക്കിയതും. പരിഹസിച്ചവരെയെല്ലാം നിശബ്ദമാക്കാൻ ആ ബൂട്ടുകൾക്ക് ഒരു നിമിഷം മതി. 6ാം ലോകകപ്പ് കളിക്കുന്ന ക്രിസ്ത്യാനോയ്ക്ക് ആദ്യ മത്സരത്തിൽ പ്രതീക്ഷയ്ക്കത്ത് ഉയരാനായില്ല. ഉസ്ബെക്കിസ്ഥാനെതിരെ ആ വീര്യം നുരഞ്ഞു പൊങ്ങുമെന്ന് കരുതാം. ബ്രൂണോ ഫെർണാണ്ടസ്, റാഫേൽ ലിയാവോ, ഗോൺസാലോ റാമോസ് തുടങ്ങി കരുത്തന്മാരുണ്ടായിട്ടും ആദ്യ കളിയിൽ ക്ലിനിക്കൽ ഫിനിഷിംഗിന്റെ കുറവ് പോർച്ചുഗൽ നിരയിൽ പ്രകടമായിരുന്നു. ക്ലബ് ഫുട്ബോളിൽ വിഖ്യാതരെങ്കിലും ബ്രൂണോയ്ക്കും വിറ്റീഞ്ഞയ്ക്കും പന്ത് ബോക്സിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തതാണ് നാണക്കേട്. ഉസ്ബെക്കിസ്ഥാനെതിരെ വൻ മാർജിനുള്ള ജയം മാത്രമാണ് പറങ്കിപ്പടയുടെ ലക്ഷ്യം. മറുഭാഗത്ത് തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യ ലോകകപ്പ് കളിക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന മനോഭാവത്തോടുകൂടിയാണ് എത്തുന്നത്. ആദ്യ മത്സരത്തിൽ കൊളംബിയയോട് 3-1 പരാജയപ്പെട്ടെങ്കിലും കന്നി ലോകകപ്പ് ഗോൾ കണ്ടെത്തി ഫുട്ബോൾ ലോകത്തിന്റെ കൈയടി നേടാൻ വൈറ്റ് വൂൾസിന് കഴിഞ്ഞു. 2006 ഇറ്റലിയെ ലോകകപ്പ് ജയത്തിലേക്ക് നയിച്ച ഇതിഹാസ പ്രതിരോധ താരം ഫാബിയോ കനവാരോയാണ് ഉസ്ബെക്കിസ്ഥാന്റെ തന്ത്രങ്ങൾ മെനയുന്നത്. പോർച്ചുഗലിന്റെ ശക്തമായ ആക്രമണ നിരയെ തടഞ്ഞു നിർത്താൻ കനവാരോയുടെ പ്രതിരോധ തന്ത്രങ്ങൾക്ക് കഴിയുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ആദ്യമായാണ് പോർച്ചുഗലും ഉസ്ബെക്കിസ്ഥാനും നേർക്കുനേർ വരുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ലോകതാരത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം യുവതാരങ്ങളാണ് ഉസ്ബെക്ക് നിരയിലുള്ളത്. എന്നാൽ മൈതാനത്ത് ആ സ്നേഹം പ്രതീക്ഷിക്കരുത് എന്ന് മാത്രം. വെൽക്കം ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.